തൃശൂരിൽ കല കലക്കുമ്പോൾ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം മുറുകുകയാണ്. കണ്ണൂരാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ളത്. വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ബാനു ഇസ്ഹാഖ് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബാനു, മൂന്നാം ദിവസത്തെ മത്സര ഇനങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? മൂന്നാം ദിനം എത്തുമ്പോൾ എങ്ങനെ വലിയ ജനപങ്കാളിത്തമുണ്ടോ അവിടെ? അമൃത, നമ്മളിപ്പോഴും തട്ട് വിട്ടിട്ടില്ല. നമ്മൾ 4-ാം നമ്പർ വേദിയിൽ തന്നെയാണുള്ളത്. തൃശൂർ ടൗൺ ഹാളിൽ ചവിട്ടുനാടകം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്കത്തട്ടിൽ പിള്ളേര് പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ തട്ടി കയറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ഉഷാറ് ടീമിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. പൊളിയല്ലേ ഗൈസ്? എങ്ങനെയുണ്ട്? അങ്കത്തട്ടിൽ കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു. ഈ സ്റ്റെപ്പൊക്കെ എപ്പോഴാണ് പഠിച്ചെടുത്തേ? ആരാ നിങ്ങളുടെ ആശാൻ? ബ്രിട്ടോ ആശാനോ? ഓക്കെ, അപ്പോ പോയിട്ട് പൊളിച്ചടിക്ക് കയറണം. ഇവർക്കിപ്പോ കയറാനാണ് ഇവര് തയ്യാറെടുത്തിക്കാണ്. ഇവിടെ ക്ലസ്റ്റർ ഇപ്പൊ ഏത് ക്ലസ്റ്ററാണ് നടക്കുന്നത്? രണ്ടാമത്തെ ക്ലസ്റ്ററാണ്. ഇവിടെ ക്ലസ്റ്ററായിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പൊ അടുത്ത നമ്പർ ഇവരുടെ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വിട്ടിട്ട് അവരുടെ ആശാരെ പിടിച്ചു നോക്കാം. ഓക്കെ, പോയിട്ട് കേട്ടോ, ഉഷാറാക്കണേ. അപ്പോ ആ ഇരിക്കുന്നതാണ് നമ്മുടെ ബ്രിട്ടോ ആശാൻ. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വിവരങ്ങൾ ചോദിച്ചു നോക്കാം. ആശാനെ, നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? പിള്ളേർ നല്ലോണം കളിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഇവിടുത്തെ ഗ്രീൻ റൂമിലെ കാഴ്ച ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര വർഷമായി ഈ ഒരു ചവിട്ടുനാടകം ഫീൽഡിൽ? ചവിട്ടുനാടക ഫീൽഡിൽ ഇപ്പം ഞാൻ 45 വർഷമായി. 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. ഈ കലോത്സവം അന്ന് തുടങ്ങിയത് 2012-13 കലോത്സവം തുടങ്ങിയത്. അപ്പം മുതൽ ഈ കലോത്സവത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്, തുടർച്ചയായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പരിശീലിപ്പിച്ചു തുടങ്ങുന്നത് വയനാടാണ്. വയനാട്, എറണാകുളം, പിന്നെ മലപ്പുറം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, അങ്ങനെ വ്യത്യസ്തമായ ജില്ലകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആശാ, നമ്മുടെ ഫോർട്ട് കൊച്ചിക്കാരാണല്ലേ? അതെ, ഞാൻ ഫോർട്ട് കൊച്ചിക്കാരനാണ്. ഈ ചവിട്ടുനാടകത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഫോർട്ട് കൊച്ചി. നമ്മളെ കൊല്ലം, കൊച്ചി, കൊടുങ്ങല്ലൂർ എന്ന തുറമുഖ പട്ടണങ്ങളിലാണ് ചവിട്ടുനാടകം ഉണ്ടായതെന്നാണ് ചരിത്രം പറയുന്നത്. ഫോർട്ട് കൊച്ചിയാണ് അതിൻ്റെ മെയിൻ സാധനം. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് അങ്ങാടികളൊക്കെ പോയത്. ഇപ്പോൾ മറ്റ് തീരദേശ മേഖലകളിൽ മാത്രമേ ചവിട്ടുനാടകം ഉള്ളല്ല. ഇപ്പോൾ കലോത്സവം തുടങ്ങിയപ്പോഴാണ് നമ്മൾ മറ്റു മേഖലകളിലൊക്കെ ചവിട്ടുനാടകം കടന്നു വന്നത്. ഈ ചവിട്ട് മാത്രമല്ല ചവിട്ടുനാടകം എന്ന് നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. ഈ ചാടി ചവിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ചവിട്ടുനാടകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ ചവിട്ട് മാത്രമാണോ ചവിട്ടുനാടകം? അല്ലല്ല, ചവിട്ടുനാടകത്തിൻ്റെ അകത്ത് ഹാസ്യം ഒഴിച്ചിട്ടുള്ള എല്ലാ ഭാവങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ആദ്യത്തെ ചവിട്ടുനാടകം ഈ താണ്ഡവ പ്രാധാന്യമുള്ളതാണ്. കാർലസ്മാൻ എന്നാണ് പറഞ്ഞത്. താണ്ഡവ ചവിട്ടിന്, യുദ്ധത്തിന് ഒക്കെ പ്രാധാന്യമുള്ള, വധം, യുദ്ധം ഒക്കെ ഉള്ള സാധനം. ഇപ്പോൾ രണ്ടാമത്തെ ചവിട്ടുനാടകം എന്ന് പറഞ്ഞാൽ ബ്രഷീനയാണ്. ബ്രഷീന എന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ വിലാപമാണ്, മൊത്തം വിലാപമാണ് അതിൻ്റെ അകത്ത്. പിന്നെ കുറച്ച് റൊമാൻസ്, പിന്നെ എല്ലാത്തിനും മേമ്പൊടിയായിട്ട് എല്ലാ ഭാവങ്ങളും ഉണ്ട്. ഇപ്പോൾ ബ്രഷീന കളിക്കുമ്പോൾ ബ്രഷീനകത്ത് ശോകവും റൊമാൻസും ഒക്കെ ആണെങ്കിലും അതിൻ്റെ അകത്ത് താണ്ഡവ പ്രാധാന്യമുള്ള താളങ്ങളും യുദ്ധമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചവിട്ടുനാടകത്തിൽ നമ്മൾ കാണുന്ന വമ്പും വീരും മാത്രമല്ല, കുറച്ചൊരു പൊടിക്ക് റൊമാൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ട്. അതായത് കലോത്സവം വന്നപ്പോൾ എല്ലാവരും ഈ ചാട്ടവും ചവിട്ടും മാത്രം എടുത്ത് അവതരിപ്പിക്കാൻ തുടങ്ങി. അതിനൊരു മാറ്റം വരുത്തിയത് ഞാനാണ്. ഞാൻ ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി എപ്പോഴും യുദ്ധവും വെട്ടും കുത്തൊക്കെ ആണല്ലോ. അങ്ങനെ സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫ്ലോരിപ്പീസ് എന്നൊരു നാടകം ഞാനെടുത്ത് അവതരിപ്പിച്ചു. ഞാൻ അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ മറ്റു പലരും അത് അനുകരിക്കാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ ആദ്യമായിട്ട് ചവിട്ടുനാടക രംഗത്ത് കൊണ്ടുവന്നത് ഞാനാണ്. 86-ലാണ് ഞാൻ ആ ചവിട്ടുനാടകം എഴുതിയത്. 2018